ഗുഡ് മോർണിംഗ് ഗൈസ്. ജിത്തു കിടന്നുറങ്ങായിരുന്നു. ഇന്നത്തെ ഡേ നമ്മൾ സ്നോ വേൾഡും പിന്നെ ഗോൾക്കൊണ്ട ഫോർട്ട് ആൻഡ് ഇതൊരു പാലസാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നോക്കാം. അപ്പോൾ നമുക്ക് പുകയെ കാണാം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരെ ഷോർട്സ് ഒക്കെ എടുക്കുന്ന വീഡിയോ കാണാം. വൈകുന്നേരം വരെ ചാർജ് വയ്ക്കേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് ഇന്നലെ രാത്രി നമ്മൾ മാഗിയുടെ പാക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാഗി അതേപോലെ എഗ് ഓംലെറ്റ് ആയിരുന്നു. നമ്മളിവിടെ ഒരു എയർബിഎൻബി എടുക്കൊണ്ട് നമുക്കിവിടെ കിച്ചൺ കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ, അതിൽ നല്ല ഒരു ഹോംലി ടച്ചിൽ ഫുഡ് കഴിക്കാൻ പറ്റി. പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യം വന്നില്ല. അത് നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാവരും അത് തന്നെ ഹാപ്പി ആയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടെ റെഡി ആയിട്ടുണ്ട്. ഈ ലിവിങ് റൂമിൽ ഇരുന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫോട്ടോ സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തോന്നും നമുക്ക് പുറത്തെവിടെയും ഫോട്ടോ എടുക്കാൻ സ്ഥലമില്ലെന്ന്, പക്ഷെ ഇത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഊബറിൽ കയറിയിട്ട് ആദ്യം നമ്മൾ പോകാൻ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്നോ വേൾഡ് ആണ്. ഫോട്ടോ എടുക്കാൻ ഇതിന്റെ ബ്ലോഗ് അമ്മേ പ്രിയേ മറ്റേ ഊബർ ചേച്ചിയുടെ ഫോണിലായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് സ്നോ വേൾഡിലാണ്. ഇവിടെ ഒരു അഡൾട്ടിന് 650 അതേപോലെ ചൈൽഡിന് 500 ആണ് ടിക്കറ്റ് പ്രൈസ് പറയുന്നത്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 200 പെർ പേഴ്സൺ ടിക്കറ്റിന് ചാർജ് ആവും. അപ്സൈഡ് ഡൗൺ, ബൂത്ത് ആൻഡ് ലേൺ, മിറർ പാലസ് അങ്ങനെ എന്തോ ആണ്. പക്ഷെ നമ്മളത് എടുത്തിട്ടില്ല. ഇത്രയും കൂടുതൽ കൊടുക്കാൻ മാത്രം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടെ പോയിട്ട് റിസ്ക് എടുക്കേണ്ട വിചാരിച്ചിട്ട് ഒരു 650യുടെ സ്നോ വേൾഡ് മാത്രമാണ് ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് നേരം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഉള്ളിൽ കയറുകയാണ് നമ്മൾ. ഇനിയാണ് ഡ്രസ്സൊക്കെ മാറ്റി സ്നോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന പുറത്തെ ജാക്കറ്റും ഗ്ലൗസും അങ്ങനെ എല്ലാം മാറ്റിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്പേസിൽ പോകുമ്പോഴാണ് ജിത്തു നോക്ക്, ഉമ്മച്ചിക്കുട്ടി പോലുണ്ട്. എന്റെ നല്ലവനായ അനിയൻ എന്റെ മുഖത്തോണ്ടിട്ട് ഹൈസ് ഇട്ടിട്ട് എനിക്കിപ്പോ എന്തൊക്കെയോ ചൂടെടുക്കണം. മുഖം കടയിടും. കൈയുണ്ടെങ്കിൽ പുറത്തു വയ്ക്കാൻ പറ്റില്ല. 5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ തണുപ്പ്. ഞാനിങ്ങനെ വലിച്ചോണ്ടിരിക്കുകയാണ്. അത് ഇതൊക്കെ ഞാൻ അലിയണം. എനിക്ക് നമുക്ക് ഗ്ലൗസ് അല്ല സോക്സ് മേലൊക്കെ എത്തി വെച്ചാൽ ഇതിന്റെ മേലെ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ 1/2 മണിക്കൂർ നിന്നു, 3/4 മണിക്കൂറിന്റെ അടുത്ത് നിന്നു. പിന്നെ പറ്റുന്നില്ല ഗൈസ്, പുറത്തിറങ്ങി വിറച്ച് അങ്ങനെ പോയി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഫേമസ് ബവർഷി ഹോട്ടലിൽ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ്. കുറേ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മട്ടൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഹൈദരാബാദി മട്ടൻ ബിരിയാണി. സോ ഇതിൽ ജംബോ പാക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ 8 പേരുണ്ട്. അപ്പോൾ 8 പേർക്കും 8 പീസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മട്ടനല്ലേ ഹൈദരാബാദി ബിരിയാണി സ്പെഷ്യൽ. ഞാൻ പറയുന്നത് കേൾക്കാനൊന്നും തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സോസ് ചെയ്യാം.
ഇവരിങ്ങനെ എല്ലാം നമുക്ക് സെർവ് ചെയ്ത് തരും കേട്ടോ. ഓരോരുത്തർക്കും വന്നിട്ട് ഇവർ തന്നെയാണ് സെർവ് ചെയ്ത് തരിക. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോഴേക്കും ആണിത് കംപ്ലീറ്റ് ആയത്. അപ്പം നല്ലൊരു ഫുഡായിരുന്നു, നല്ല അടിപൊളി ഫുഡ്, വർത്ത് ദ ഹൈപ്പ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് ഭവശ്രീ ഹോട്ടൽ. അപ്പുറത്ത് നോൺ എ സി, ഈ സൈഡ് എ സി ആണുള്ളത്. ഇവിടെ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കുറേ ഇവരുടെ സർട്ടിഫിക്കറ്റ്സും അങ്ങനെ എന്തൊക്കെയോ കാണാം. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പോയതിപ്പോൾ സയൻസ് മ്യൂസിയത്തിലാണ്, ബിർള സയൻസ് മ്യൂസിയം. അത് അവിടെ ഞങ്ങൾ പ്ലാനറ്റോറിയത്തിലാണ് കയറിയത്. പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിരുന്നില്ല കയറേണ്ടത് എന്ന് പിന്നെ തോന്നി. പക്ഷെ ഇത്രയും നമ്മൾ ചൂടത്തു നിന്ന് കയറി വരുമ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. നമ്മൾ 1 മണിക്കൂർ ഉണ്ടായിരുന്നോ അങ്ങനെ എന്തോ ടൈം. നമ്മളങ്ങനെ പ്ലാനറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറി കിടന്നു, നല്ല സുഖമായിട്ട് കിടന്നു. ഗൈസ്, നമ്മളങ്ങനെ പ്ലാനറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇവരെല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി. എനിക്ക് ഉറക്കം പോലും വന്നില്ല. ഞാനിങ്ങനെ ബോറടിച്ച് ഫോൺ നോക്കിയപ്പോൾ സെക്യൂരിറ്റി വന്നെ പൊക്കി. ആദ്യമായിട്ട് കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ കാണുന്നു ഇവിടെ. പിന്നെ കുറച്ച് തണലുള്ള സ്ഥലം. ഞങ്ങളൊരു ഓട്ടോ കിട്ടാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഊബർ കിട്ടാനൊക്കെ എന്ത് പാടാണ് ഗൈസ്. നല്ല കുറേ നേരം കുമ്മനടിക്കാനുണ്ടായിരിക്കും. കുറേ നേരം നോക്കുമ്പോഴാണ് ഒരു ഊബർ കിട്ടും. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവരത് ക്യാൻസൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇവിടുന്ന് ഓട്ടോ എടുക്കണമെന്ന് മനസ്സിലായി. പക്ഷെ ഓട്ടോക്കാരൊക്കെ പല റേറ്റാണ് പറയണത്. നമുക്ക് അറിയില്ല എന്ന് അവർക്ക് ഓൾറെഡി അറിയാമല്ലോ, പുതിയ ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മളെ നന്നായിട്ട് പറ്റിക്കാൻ നോക്കുക. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ കുറച്ച് സൈഡിലേക്ക് മാറിയിട്ട് തിരിഞ്ഞ് പോണ പോലെ നോക്കുമ്പോൾ അവർ ബാക്കിൽ നിന്ന് വിളിക്കും. എന്നിട്ട് പറയും എന്നാ കുറച്ച് തരാം എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെയാണ് ഇപ്പൊ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. നല്ല സ്ഥലം, നല്ല തണലുള്ള കുറച്ച് സ്ഥലം ഇവിടെ ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഇത്രയും നേരം ചൂടൊഴുന്നു, ചുട്ട് ഇങ്ങനെ തീന്റെ അടുത്ത് നിൽക്കുന്ന പോലത്തെ ചൂടാണ് ഇവിടെ. ആരും ഈ ടൈമിൽ, അതായത് വേറെ സമയം ഏപ്രിലൊന്നും വരെ എടുത്തു കേട്ടോ. നമുക്ക് ഊബർ അല്ല, ഓട്ടോയുടെ റേറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ പോയത് ഹുസൈൻ സാഗർ ലേക്കിലേക്കാണ്. അപ്പോൾ കയറി വെച്ച് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിൽ കുറേ പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, ഇതുപോലത്തെ ഒരു വാട്ടർഫോൾസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു തണുപ്പുള്ള ഒരു സ്ഥലമായിരുന്നു. വൈകുന്നേരം കൂടെ ആയല്ലോ, അപ്പോൾ നല്ല സുഖമായിരുന്നു. അവിടെ വെറുതെ പോയിട്ടൊക്കെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ബോട്ടിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ടൈപ്പ് ഉണ്ട്. സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു, സ്ലോ ബോട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ പല ടൈപ്പ് ബോട്ട്സ് ഉണ്ടായിരുന്നു. സ്പീഡ് ബോട്ടിലാണെങ്കിൽ ഒരാൾക്ക് 4 പേരെ വയ്ക്കാൻ പറ്റും. അങ്ങനെ പെർ പേഴ്സൺ 100 rupees. ഞങ്ങൾ 8 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ ഫാമിലി ബോട്ട് പോലെ ഇങ്ങനെ 8 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ബോട്ടാണ് എടുത്തത്. അതും പെർ പേഴ്സൺ 100 ആണ്. ഈ ബോട്ടിംഗ് വേറെ ലെവലായിരുന്നു. ഇതിൻ്റെ ഡ്രൈവർ ആണെങ്കിൽ നല്ല കമ്പനി ആയിരുന്നു, ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ പിക്സ് ഒക്കെ എടുത്ത് തന്നു. ആ ദൂരെ കാണുന്ന ലൈറ്റ് ഇട്ടിട്ടുള്ളതാണ് തെലങ്കാന സെക്രട്ടേറിയറ്റ്. ഇതൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം മെയിൻ പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ പോലെയാണ് ഈ ലേക്കും ഇത് വെച്ചിട്ടുള്ളത്. മാൻമെയ്ഡ് ലേക്ക് ആണെന്നാണ് ഞാൻ കേട്ടത്. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് ലേസർ ഷോ കാണാനാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലേസർ ഷോ ഉള്ളത്. When separate colors dance into heavenly shades. ഗൈസ്, ഞാൻ അങ്ങനെ പുറത്തിറങ്ങി. ആർക്കും ഞാനിവിടെ ഹുസൈൻ സാഗർ വരുന്നവർക്ക് ലേസർ ഷോ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. അതിനേക്കാൾ നല്ലത് ബോട്ടിംഗ് ആണ്. അപ്പം നമ്മൾ ഈ തെലങ്കാന സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൂടെയാണ്, പിന്നെ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.